ഹായ്, നമസ്കാരം. നമുക്ക് നോക്കാം. 2016 നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ നടത്തിയ ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഇപ്പോഴും സോഷ്യൽ മീഡിയക്കകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും കാണാം. തൊഴിൽ നഷ്ടപ്പെട്ട് ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ താൽക്കാലിക സഹായം എന്ന നിലയിൽ 6 മാസത്തെ ശമ്പളം തൊഴിൽ നഷ്ട സുരക്ഷ എന്ന നിലക്ക് നൽകാൻ ശ്രമിക്കും. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വിദേശ രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് തൊഴിൽ സുരക്ഷാ പദ്ധതി കൊണ്ടുവരാൻ ആലോചിക്കും എന്നാണ്. 6 മാസം വരെയുള്ള ശമ്പളം, തൊഴിൽ നഷ്ടപ്പെട്ട ശേഷം 6 മാസം വരെയുള്ള ശമ്പളം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി, ഒരു ശ്രമം നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള പരിപാടി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണത്? അതിനെക്കുറിച്ച് ഇപ്പോഴും ആളുകൾക്കിടയിൽ സംശയമാണ്. നമ്മുടെ ഖജനാവ് 6 മാസം ശമ്പളം എടുത്ത് കൊടുക്കുമോ? അതാണ് വളരെ സംശയം. കേരള സംസ്ഥാനത്തിന് ഗവൺമെൻറ്റിൻ്റെ ഖജനാവെന്ന് ഇങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ട് വരുന്ന വിദേശികളായ ആളുകൾക്ക്, വിദേശത്ത് ജോലി ചെയ്ത് വന്ന ആളുകൾക്ക്, നമ്മുടെ മലയാളികൾക്ക് ഖജനാവെന്ന് എടുത്ത് കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം അത് പലരും ചോദിക്കുന്നത് കണ്ടു. അതെങ്ങനെയാണ് കൊടുക്കുക, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത്, തൊഴിൽ സുരക്ഷാ പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ഒരു ഇൻഷുറൻസ് സ്കീമുണ്ട്. അത് ദുബായ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ സ്കീം അത് തൊഴിൽ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ്. അത് നേരത്തെ പ്രീമിയം അടച്ച്, ഒരു നിശ്ചിത തുക പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻവോളണ്ടറി മനഃപൂർവ്വമല്ലാതെ പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് നോക്കുക. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവും. പലരും EMI അടക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് സ്കീമുകൾ, ലോൺ എടുത്ത ആളുകളുണ്ടാവും, ലോൺ റീപേയ്മെൻ്റ് ഉണ്ടാവും, ഹൗസിംഗ് ലോൺ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് മറ്റൊരു ജോലി കിട്ടുന്നതിനിടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അവരുടെ ഫിനാൻഷ്യൽ, അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ അവർ വളരെ വിഷമിക്കും. അതുകൊണ്ടാണ് മനഃപൂർവ്വമല്ലാതെ ഏതെങ്കിലും ക്രൈസിസ് വന്നുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ആരും ഉദ്ദേശിക്കാത്ത രൂപത്തിൽ പെട്ടെന്നൊരു ക്രൈസിസ് വരികയാണ്, ഒരു തകർച്ച വരികയാണ്, ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്നു, മറ്റൊരു ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ച് കാലത്തേക്ക് നിലക്കുകയും ചെയ്യുന്നു. അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ മനുഷ്യൻ ഫിനാൻഷ്യലി ആയിട്ട് നമ്മൾ വളരെ ബുദ്ധിമുട്ടും. ആ സമയത്ത് ഒരു 3 മാസം ശമ്പളം കിട്ടുകയാണെങ്കിൽ ആ 3 മാസം മറ്റ് ജോലി അന്വേഷിച്ച് കണ്ടെത്തുന്നത് വരെ നമുക്കൊരു വലിയ ആശ്വാസമായിരിക്കും. 6 മാസം വരെ അങ്ങനെ ഇൻഷുറൻസ് കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അപ്പോൾ നിശ്ചിത തുക പ്രീമിയം അടക്കണം. അതിന് അപ്പർ ക്യാപ്പും ഉണ്ട്. ചില കമ്പനികൾ 1 ലക്ഷം വരെ കൊടുക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ 2-3 ലക്ഷം ശമ്പളം വാങ്ങുന്ന ആളായിരിക്കും, പക്ഷേ 1 ലക്ഷം വരെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്കീമുണ്ട്. അതുപോലെ അതൊരു ടാർജറ്റൊക്കെ അവർ വെച്ചിട്ട് ഇൻഷുറൻസ് കമ്പനിൻ്റെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻ അതിനകത്തുണ്ട്. നിശ്ചിത പ്രീമിയം അടക്കണം. ആ പ്രീമിയം ഇത്ര വരെ അടച്ച ശേഷം ഉള്ള കാലത്തിന് ശേഷം വരുന്ന ജോബ് ലോസ്, അത് മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്ന, നമ്മൾ റിസൈൻ ചെയ്താൽ കിട്ടില്ല, മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്ന തൊഴിൽ നഷ്ടം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 മാസം മുതൽ 6 മാസം വരെ ശമ്പളത്തിൻ്റെ ഇത്ര %, അത് മാക്സിമം ഇത്ര വരെ കൊടുക്കാം. അങ്ങനെ ആ രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രീമിയം അടക്കാനുണ്ട്. ആ പ്രീമിയം അടച്ച് ജോബ് ലോസ് ഇൻഷുറൻസിൽ വന്നു കഴിഞ്ഞാൽ ഇത് കിട്ടും. അന്ന് മുഖ്യമന്ത്രി ആലോചിച്ചതും ഈ കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പലരും ഈ കാര്യം സംശയത്തോടെ ചോദിച്ചപ്പോഴും എനിക്ക് തോന്നിയതാണ്. കാരണം അങ്ങനെ ഖജനാവെന്ന് ഏതായാലും നേരിട്ട് എടുത്തു കൊടുക്കാൻ സാധിക്കില്ല, അത് 100% ഉറപ്പാണ്. ഖജനാവെന്ന് എങ്ങനെ എടുത്തു കൊടുക്കുക? ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ 10, 15, 20 ലക്ഷം ശമ്പളം, മാസ ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ 6 മാസത്തെ ശമ്പളം എന്ന് വെച്ചാൽ 1 കോടി രൂപ, 2 കോടി രൂപ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കമ്പനി ആകെ തകർന്നു പോയി നോക്കുക. അപ്പോൾ ഒരു സംഘം ആളുകൾ, 100-200 ആളുകൾ, മലയാളികൾ മടങ്ങി വന്നു, അവർക്ക് മൊത്തം ഇങ്ങനെ ശമ്പളം കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ ഖജനാവ് കാലിയാവില്ലേ? മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ഈ ജോബ് ലോസ് ഇൻഷുറൻസ് ആണ് അന്ന് പരിഗണിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പദ്ധതി ഏതായാലും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. ഇനി ഭാവിയിൽ നടപ്പിലാക്കിയാൽ നന്നായിരിക്കും. സർക്കാർ അടക്കം ഒരു നിശ്ചിത ശതമാനം പ്രീമിയം അടച്ചുകൊണ്ട് ഇത്തരം ജോബ് ലോസ് ഇൻഷുറൻസ് അത് സാർവത്രികമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ജോബ് നഷ്ടം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്ക് താങ്ങാൻ പറ്റില്ല. പലരും EMI ഉണ്ടാവും, ഹൗസിംഗ് ലോൺ ഉണ്ടാവും, പിന്നെ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ എടുത്ത ലോണുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഇപ്പോഴത്തെ സ്ഥിതി എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെല്ലാവരും ഒരു ബാങ്കിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് ലോൺ എടുത്തും മറ്റു നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പെട്ടെന്ന് വരുന്ന ക്രൈസിസ് താങ്ങാനാവാതെ ചില കുടുംബങ്ങളൊക്കെ തകർച്ചയിലേക്ക്, മാനസികമായിട്ട് തകർച്ചയിലേക്ക് പോകുന്നത് കാണാം. ഇതൊക്കെ ഒഴിവാക്കാൻ ഈ ഇൻഷുറൻസ് സംവിധാനം സഹായിക്കും. കാരണം ഒരു പർട്ടിക്കുലർ പീരീഡ് അവൻ്റെ മുമ്പിൽ കിട്ടും. മറ്റൊരു ജോലി കിട്ടുന്നത് വരെ ഒരു 3 മാസം വരെ ഒരു ആശ്വാസം കിട്ടും. അതിനുള്ളിൽ നമുക്ക് മറ്റു ജോലി കണ്ടെത്തി നമ്മുടെ പഴയ സ്ഥിതിയിലേക്ക് തന്നെ വരാൻ പറ്റും. EMI അടക്കാനും ഉള്ള സ്ഥിതി, മറ്റു കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നല്ലൊരു ആശ്വാസമായി തീരും. ഇതായിരിക്കണം അന്ന് 2016 പറഞ്ഞ കാര്യം. ഏതായാലും 2024 ഇനിയും ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും, നാട്ടിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും.
മനഃപൂർവ്വമല്ലാതെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ നമ്മൾ തന്നെ ജോലി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് കവർ ചെയ്യില്ല. അതുപോലെ സ്വന്തമായി ജോലി ചെയ്യുന്നവർക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സ്വന്തമായിട്ട് സംരംഭകർ, സ്വയം ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അവരൊന്നും ഇതിൽ കാറ്റഗറിയിൽ വരില്ല. ജോലി കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കമ്പനികൾ, റെപ്യൂട്ടഡ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇൻഷുറൻസ് കമ്പനി അവർ പരിഗണിക്കുന്നത്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വളരെ വൈഡായിട്ട് ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ദുബായ് ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അവർ ചെറിയൊരു പ്രീമിയം വാങ്ങിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. 3 മാസം മുതൽ 6 മാസം വരെ ഇങ്ങനെ ജോലി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു നിശ്ചിത തുക, 60% വരെ അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക കൊടുക്കാനുള്ള ഒരു പദ്ധതി, അവർ സ്കീം ഇപ്പോൾ ദുബായിൽ വളരെ വിജയകരമായി നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ പദ്ധതി ഇങ്ങനെ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ പ്രവാസികളായ എല്ലാവർക്കും, ഇന്ന് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരമായിരിക്കും. പെട്ടെന്നൊരു ജോലി നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താതെ അവർക്ക് അവിടുന്ന് പിടിച്ചു നിൽക്കാൻ ആ ഒരു സമയത്ത്, ആ ക്രൈസിസിൻ്റെ സമയത്ത്, തകർച്ചയുടെ ആ സമയത്ത് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുമ്പോണ്ടാകുന്ന ആ വെപ്രാളത്തിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാനും, അതുപോലെ തന്നെ ഒരു ആശ്വാസമായിട്ട് മറ്റ് ജോലി കണ്ടെത്തുന്നവരെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിയിലേക്ക് പോകുന്നവരെ, മറ്റ് വരുമാന മാർഗം വരുന്നത് വരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ആ പദ്ധതിയെക്കുറിച്ച് കേരള ഗവൺമെൻറ് വീണ്ടും ആലോചിക്കണം. തൊഴിൽ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ആ പെട്ടെന്ന് വരുന്ന ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ നേടാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി നോർക്കയും നമ്മുടെ പ്രവാസി വകുപ്പുമൊക്കെ ആലോചിച്ചാൽ നമ്മുടെ പ്രവാസികളായ എല്ലാ സുഹൃത്തുക്കളും വളരെ ഉപകാരപ്രദമായിരിക്കും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. മുഖ്യമന്ത്രി അന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഈ ഭാവിയിൽ വരുന്ന സർക്കാരുകൾ നടപ്പിലാക്കാൻ മുൻകൈയെടുക്കണം എന്നാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ആഗ്രഹം. ഏതായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഒക്കെ വീണ്ടും സംസാരിക്കാം. പ്രവാസികളുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും കൂടുതൽ സംസാരിക്കാം. ഏതായാലും വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.